ലേഡീസിനെ ഫസ്റ്റ് വിട്ടു ഞങ്ങൾ കുറച്ച് പേരെ അക്കോമഡേഷനിലേക്ക് വിടുന്നു. അക്കോമഡേഷൻ്റെ അവിടെ പോയപ്പോൾ അവർ പറയണു ഓക്കെ ടു ഓഫ് യു, അതായത് നമ്മൾ രണ്ട് ലേഡീസിനെ വെച്ചിട്ട് ഞങ്ങൾ റൂമിൽ ഇട്ടിട്ടുണ്ടെന്ന്. നമ്മൾ അത് പോസിബിൾ അല്ല, ഞങ്ങൾ ഇപ്പോൾ കണ്ട ആൾക്കാരാണ്, പക്ഷേ ലേഡീസ് അല്ലേ എന്ന് പറഞ്ഞു. ഞങ്ങൾ ലേഡീസ് ആണെങ്കിലും ഞങ്ങൾ ഇപ്പോൾ കണ്ട സ്ട്രേഞ്ചേഴ്സ് നമ്മളൊരു ക്ലോസ് റൂമിൽ നമ്മുടെ ലഗേജും വെച്ച് താമസിക്കുന്നത് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് ഫെയർ. ഫുഡിന്റെ കാര്യം എന്താണെന്ന് ചോദിച്ചു അവർ പറഞ്ഞത് എയർലൈൻ ഒന്നും പറഞ്ഞിട്ടില്ല. ഇന്നലെ രാത്രി 9:30 പോകേണ്ട കൊച്ചി അബുദാബി ഫ്ലൈറ്റ് ആണ് മുടങ്ങിയത്. പല സാങ്കേതിക കാരണങ്ങളാണ് എയർ ഇന്ത്യ വ്യക്തമാക്കുന്നതെങ്കിലും കൃത്യമായിട്ട് ഇവർക്ക് ഒരുക്കാനുള്ള ഒന്നും തന്നെ ഇവർക്ക് വേണ്ടിയുള്ള ഒരു സൗകര്യം ഒരുക്കിയിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പോൾ 11:15 8:15 2 ഫ്ലൈറ്റുകളാണ് ഇവർക്ക് ഒരുക്കിയിട്ടുള്ളത്. എന്നിരുന്നാലും പലരും ഇപ്പോഴും പുറത്തു തന്നെ നിൽക്കേണ്ട ഒരു സാഹചര്യം, അവർക്ക് എന്താണ് വഴി എന്നുള്ളത് അറിയാതെ നിൽക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ്. ഇന്നലെ 9:30 കൂടിയായിരുന്നല്ലേ ഫ്ലൈറ്റ്? അതെ 9:30 ഇവിടെ 6 മണി മുതലുണ്ടായി. ഐ തിങ്ക് ഫ്ലൈറ്റിൻ്റെ ഒരു നമ്മൾ ഗേറ്റ് അവിടേക്ക് പോയപ്പോഴാണ് അറിയുന്നത്, അവർ പറയുന്നത് പേര് കാണിക്കുന്നില്ല, അതാണ് ഇഷ്യൂ എന്ന് പറഞ്ഞു. അപ്പോൾ ആദ്യം ഞാൻ വിചാരിക്കുന്നത് എൻ്റെ മാത്രമാണെന്നാണ്. പിന്നെ അവർ പറയുന്നു ഓൺലൈനിൽ ബുക്ക് ചെയ്തത് കൊണ്ടാണ്, എയർ ഇന്ത്യയുടെ സൈറ്റിൽ നിന്ന്, എയർ ഇന്ത്യ എക്സ്പ്രസ് എന്ന് ബുക്ക് ചെയ്യാത്തതുകൊണ്ടാണ്. ഞാൻ പറഞ്ഞു ഞങ്ങളുടെ ഫ്ലൈറ്റ് എയർ ഇന്ത്യ ആണ്, പിന്നെ എന്താ എയർ ഇന്ത്യ എക്സ്പ്രസ് ആയിട്ട് ബന്ധം? അപ്പോൾ എന്തോ ഷെയർഡ് ഫ്ലൈറ്റ് ആണെന്നോ അതുകൊണ്ടാണ് കാണിക്കാത്തത്, കുറേ പേരുടെ PNR ഇങ്ങനെ കാണിക്കുന്നില്ല, ഒന്ന് വെയിറ്റ് ചെയ്തോളൂ, അത് ശരിയാവും എന്ന് പറഞ്ഞു. ഓൾമോസ്റ്റ് ബിക്കോസ് 9:30 ഫ്ലൈറ്റിന് 8:30 ആകുമ്പോഴേക്ക് ശരിയാവുന്നില്ലെങ്കിൽ എനിക്ക് മനസ്സിലായില്ല നമ്മൾ പോകുന്നില്ല എന്നുള്ളത്. പോയപ്പോൾ അവർ പറഞ്ഞു ഇനി 12:30 ആക്കി തരാമെന്ന് പറഞ്ഞു. പക്ഷെ അത് പറയാൻ പോലും എനിക്ക് പറ്റില്ല, അത്രയും ആൾക്കാർ അവിടെ ജാംഡായിട്ട് ഒരു അപ്ഡേറ്റിന് വേണ്ടി നിൽക്കുകയാണ്. സോ നമ്മൾ ഈ പോകണോ നിൽക്കണോ എന്നുള്ളതിൽ അപ്പോൾ നമ്മൾ എയർപോർട്ടിൽ തന്നെ നിൽക്കുകയാണ്. ഇപ്പോൾ ഈ 12:30 അടുപ്പിച്ചും ഈ പറഞ്ഞ പോലെ ഓരോ പേരുകൾ ഇവർ ഇടയ്ക്കൊന്ന് വിളിക്കും. അതും ഈ 9:30 വന്നിട്ട് ഇതാക്കി തരാമെന്ന് പറഞ്ഞ് ഞാൻ അവിടെ ഇരിക്കുകയായിരുന്നു. എന്തോ കുറച്ച് കഴിഞ്ഞപ്പോൾ അങ്ങോട്ട് പോയപ്പോഴാണ് അവർ ചോദിച്ചത് അപ്പുറത്ത് പോയിട്ട് റീഇഷ്യൂ ചെയ്തില്ലേ എന്ന്. അപ്പോൾ ഞാൻ ചോദിച്ചു അതൊന്നും ആരും ഇൻഫോം ചെയ്യുന്നില്ല, ഒരു അനൗൺസ്മെൻറ്റോ ഒന്നും പറയുന്നില്ല. അവിടെ പോയാൽ നമുക്കറിയാൻ പറ്റും. അത് അവിടെ പോയി ആദ്യം പേര് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവരങ്ങനെ ഓർഡറിലൊക്കെയാണ് റീഇഷ്യൂ ചെയ്തത്. അപ്പോൾ അവർ പറയുന്നത് നിങ്ങൾ ലാസ്റ്റല്ലേ വന്നത്, അപ്പോൾ ചിലപ്പോൾ റീഇഷ്യൂ നമ്മൾ ഈ ലാസ്റ്റും അപ്പം തമ്മിൽ എനിക്ക് വ്യത്യാസം മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. ആൻഡ് പല കാരണങ്ങളാണ് ഓരോ പാസഞ്ചേഴ്സിനോടും പറഞ്ഞുകൊണ്ടിരുന്നിരുന്നത്. ലാസ്റ്റ് ആയപ്പോഴേക്കാണ് ഈ 12:30 കൂടി പോയപ്പോഴേക്കാണ് നമ്മളടുത്ത് പുതിയത് റീഇഷ്യൂ ചെയ്യുന്നു. പിന്നെ രാവിലത്തേക്കുള്ളത് അവർ അക്കോമഡേഷൻ തരാമെന്ന് പറഞ്ഞിട്ട് ഈ രാത്രി നേരത്തെ ഞങ്ങൾ ലേഡീസിനെ ഫസ്റ്റ് വിട്ടു ഞങ്ങൾ കുറച്ച് പേരെ അക്കോമഡേഷനിലേക്ക് വിടുന്നു. അക്കോമഡേഷൻ്റെ അവിടെ പോയപ്പോൾ അവർ പറയണു ഓക്കെ ടു ഓഫ് യു, അതായത് നമ്മൾ രണ്ട് ലേഡീസിനെ വെച്ചിട്ട് ഞങ്ങൾ റൂമിൽ ഇട്ടിട്ടുണ്ടെന്ന്. നമ്മൾ അത് പോസിബിൾ അല്ല, ഞങ്ങൾ ഇപ്പോൾ കണ്ട ആൾക്കാരാണ്, പക്ഷേ ലേഡീസ് അല്ലേ എന്ന് പറഞ്ഞു. ഞങ്ങൾ ലേഡീസ് ആണെങ്കിലും ഞങ്ങൾ ഇപ്പോൾ കണ്ട സ്ട്രേഞ്ചേഴ്സ് നമ്മളൊരു ക്ലോസ് റൂമിൽ നമ്മുടെ ലഗേജും വെച്ച് താമസിക്കുന്നത് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് ഫെയർ. ഫുഡിൻ്റെ കാര്യം എന്താണെന്ന് ചോദിച്ചു അവർ പറഞ്ഞത് എയർലൈൻ ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇത്രയും സമയം സ്റ്റാൻഡേർഡ് അതിനൊക്കെ ഒന്ന് വിളിച്ച് ഫൈറ്റ് ചെയ്യേണ്ടി വന്നു എന്നുള്ളതാണ്. ഇനിയിപ്പോൾ ഞങ്ങൾക്ക് അറിയില്ല, ഞങ്ങളകത്ത് പുള്ളി കൂടെ പുള്ളിയും ഇതേ ഫ്ലൈറ്റിലുണ്ടായിരുന്നതാണ്. ആൾക്ക് ടിക്കറ്റ് വന്നിട്ടേ ഇല്ല ഇതുവരെ ടിക്കറ്റ് വന്നില്ല, മെയിൽ വരുമെന്നാണ് പറഞ്ഞത്. ഇതുവരെ കമ്പനിയിൽ ഒന്നും തന്നിട്ടില്ല. കമ്പനിയിൽ നമ്മൾ വിളിച്ചു വെച്ചു മെയിൽ തന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ അവിടെയും വന്നിട്ടില്ല. നമ്മുടെ മെയിലും ID ഇവിടെ കൊടുത്തിട്ട് അതിൻ്റെ അകത്തും വന്നിട്ടില്ല, ഒന്നും അപ്ഡേറ്റ് ആയിട്ടില്ല. എന്തെടുക്കണമെന്ന് അറിയത്തില്ല. വേറെ ഇനി എൻ്റെ കൂടെ ഇനി 4 പേരും കൂടെ ഉണ്ട്. അപ്പോൾ ഇതുവരെയായിട്ട് ഫ്ലൈറ്റ് ടിക്കറ്റ് കിട്ടാത്ത നിരവധി പേര് തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. എന്താണ് ഇവർക്കുള്ള മറുപടി എന്ന് നൽകാനോ ഒന്നും തന്നെ മെയിൽ വരും എന്നല്ലാതെ എന്താണ് എയർ ഇന്ത്യയുടെ മറുപടി എന്നോ അവർക്ക് സൗകര്യം കൊടുക്കാനോ ഇപ്പോഴും തയ്യാറായിട്ടില്ല. ഇവരുടെ 9:30 തുടങ്ങിയ ഫ്ലൈറ്റ് ഇപ്പോൾ 9:30 ആകാൻ വേണ്ടി പോകുന്നു. ഈ ഒരു സമയത്തും ഈ ഒരു മണിക്കൂറുകൾക്കിടയിൽ പോലും യാതൊരു സംവിധാനവും ഒരുക്കാത്ത രീതി തന്നെയാണ് തുടരുന്നത്. ഇതേ സാഹചര്യം മുൻപ് ഒരുപാട് തവണ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇന്നും ഇതിനൊരു പരിഹാരമായിട്ടില്ല എന്നുള്ളതാണ്. ക്യാമറാമാൻ സച്ചിൻ സജിക്കൊപ്പം ആര്യ വിനോദ്, മീഡിയ 1 കൊച്ചി.